Hello students, welcome to Online Mathematics Cafe. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ ബാങ്കിങ്ങിലെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. മോഹൻ ഹാസ് എ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇൻ എ ബാങ്ക് ഫോർ 2 years at 6% per annum simple interest. If he gets rupees 1200 as interest at the time of maturity, then find രണ്ട് പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ദ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്, സെക്കൻഡ് പാർട്ട് ദ എമൗണ്ട് ഓഫ് മെച്യൂരിറ്റി. ഇത് ICSE 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളതെന്ന് നോക്കിക്കേ. മോഹൻ ഹാസ് എ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. മോഹൻ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. എത്ര വർഷത്തേക്കാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എൻ എന്ന് പറയുന്നത് 2 year എന്നുള്ളത് മന്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 24 months ആയിട്ട് മാറും. ഓക്കെ അല്ലേ. ദെൻ 6 തന്നിട്ടുണ്ട്. 6% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 ആണ് തന്നിട്ടുണ്ട്. ദെൻ ഇഫ് ഹി ഗെറ്റ്സ് rupees 1200 ആസ് ഇൻട്രസ്റ്റ്, അപ്പോൾ 2 yearsലുള്ള ഇൻട്രസ്റ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ I എന്ന് പറയുന്നത് എത്രയാണ്? rupees 1200 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്. മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ P ആണ് നമുക്കിവിടെ കാണേണ്ടത്. സെക്കൻഡ് പാർട്ടിൽ എമൗണ്ട് ഓഫ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി വാല്യൂ കാണണം. MV ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫോർമുല ഏതാണെന്ന് നോക്കിക്കേ. നമുക്ക് ഇവിടെ ഏത് ഫോർമുല അപ്ലൈ ചെയ്യാം? സെക്കൻഡ് ഫോർമുല നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ അത് യൂസ് ചെയ്ത് P കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ സെക്കൻഡ് ഫോർമുല കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫോർമുല. എന്താണ്? I = PNR × n+1/2 × 12 × 100. അപ്പോൾ ഇവിടെ നമുക്ക് P ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും വാല്യൂസ് അറിയാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ആദ്യം ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യുക. P = എന്ത് വരുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ മാറ്റാം? P = എന്ത് വരും? ഈ ഐയുടെ കൂടെ ഈ ഡിനോമിനേറ്റർ ഫുള്ളായിട്ട് പോകും അല്ലേ. അപ്പോൾ I × 2 × 12 × 100. ദെൻ ഇതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് Pയുടെ അടുത്തുള്ള എല്ലാ ടേംസും എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ ആയിട്ട് വരും. അപ്പോൾ P ഒഴിച്ച് ബാക്കിയെല്ലാം വരുമ്പോൾ N വരും, 6 വരും, പിന്നെ n+1. അപ്പോൾ ഇതാണ് P കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. ഐയുടെ വാല്യൂ 1200 × 2 × 12 × 100 ഡിവൈഡഡ് ബൈ N എന്ന് പറയുന്നത് ഇവിടെ 24 ആണ്, ഇൻറ്റു 6 6 ഇൻറ്റു n+1 എന്ന് പറയുമ്പോൾ 25. ഇനി ക്യാൻസലേഷൻ മാക്സിമം അപ്ലൈ ചെയ്യാം. എന്താണ്? 25ഉം 100 നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ 4 times ആയി. ഇവിടെ 6ഉം 12ഉം ഉണ്ട്, 2 times ആയി. ദെൻ 2നെയും 24നെയും കട്ട് ചെയ്താൽ 12 times ആയി. ഇനി അഗെയിൻ ഈ 12ഉം 1200 ഇതും കൂടെ കട്ട് ചെയ്യുമ്പോൾ എത്രയാവും? 100 ആവും. ഓക്കെ അല്ലേ. അപ്പോൾ Pയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം? 100 × 2 × 4. സോ ആൻസർ ₹800. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടി. മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 800 rupees ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് മെച്യൂരിറ്റി വാല്യൂ ആണ്. അപ്പോൾ അതിന് നമുക്ക് ഈ Pയുടെ വാല്യൂ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത പേജ് എടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ്? ഫസ്റ്റ് ഫോർമുലയാണ് വേണ്ടത് അല്ലേ. മെച്യൂരിറ്റി വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. കാരണം നമുക്ക് P അറിയാം, N അറിയാം, I അറിയാം. അപ്പം ഫസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫോർമുലയിൽ നമുക്ക് P എന്ന് പറയുന്നത് നമുക്ക് കിട്ടി ₹800. ദെൻ N എന്ന് പറയുന്നത് 24 ആയിരുന്നു. I എന്ന് പറയുന്നത് എത്രയാണ്? ₹1200. സോ MV = എന്ത് വരും? P × N. P × N എന്ന് പറയുമ്പോൾ 800 × 24 പ്ലസ് I എന്ന് പറയുന്നത് 1200. അപ്പോൾ എന്തായിരിക്കും കിട്ടുക? 800 × 24 നിങ്ങൾ ചെയ്ത് നോക്കുക. കിട്ടുന്നത് 19,200 ആയിരിക്കും. പ്ലസ് 1200 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 20,400 ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.